പാർട്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇതിൽ നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, സോഷ്യൽ സിസ്റ്റത്തിന്റെ പാർട്ടുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് ട്രൈബൽ സൊസൈറ്റി. അപ്പൊ നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് ഇന്നലെ പറഞ്ഞു, അതേപോലെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇത് നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്? റിലീജിയൻ, അതായത് മതം. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് പല മതങ്ങൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്, അല്ലെ? സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യനും അതേപോലെ മുസ്ലിം, ബുദ്ധമതം, ജൈനമതം ഇങ്ങനെയുള്ള മതങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള മതങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാസ്റ്റ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ജാതിയുടെ പേരിൽ മാത്രം ഒരു വ്യത്യാസമല്ല, മതത്തിന്റെ പേരിലും സെക്സിന്റെ പേരിലും അതേപോലെ തന്നെ റേസിന്റെ പേരിലൊക്കെ നമ്മുടെ രാജ്യത്തെ ആളുകൾ വ്യത്യസ്തരായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 15 പ്രകാരം എല്ലാ മനുഷ്യരും തുല്യരായിട്ട് കൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന് മതത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ റിലീജിയനകത്ത് നമ്മൾ 3 തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ പറയുന്നുണ്ട്. എ ടൂൾ ഫോർ എ സോഷ്യൽ കൺട്രോൾ, എൻറിച്ചിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, എക്സലറേറ്റിംഗ് സോഷ്യൽ ചേഞ്ച്. ഇങ്ങനെ 3 തരത്തിലുള്ള ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഏതാണ്? എ ടൂൾ ഫോർ എ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു സോഷ്യൽ കൺട്രോളിനുള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ മതത്തിനെ കാണുന്നത്. അപ്പോൾ മതം എന്ന് പറയുന്നത് നമ്മൾ മതം പഠിക്കുന്നുണ്ട്, അല്ലേ? മതത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ റിലീജിയനിലായാലും മുസ്ലിം റിലീജിയനിലായാലും ഒക്കെ തന്നെ മതപഠനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആളുകൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കെയർ കൊടുക്കാൻ, ലവ് കൊടുക്കാൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട്, ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട്, മൊറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മതം പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ നമുക്കൊരു സോഷ്യൽ കൺട്രോൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് മതത്തിനൊരു പങ്കുണ്ട്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒന്നായിട്ടാണ് നമ്മൾ മതത്തെ കാണുക. അടുത്ത രണ്ടാമത്തെ എന്താണ്? എൻറിച്ചിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇതിൽ പറയുന്നത് നമ്മൾ മതത്തിന്റെ പേരിൽ നമ്മൾ എന്താണ്, മതം എന്ന് പറയുന്നതിലൂടെ നമ്മൾ ആർട്ട്, ലിറ്ററേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിലൊക്കെ നോക്കുമ്പോൾ മ്യൂറൽ പെയിന്റിങ്സ്, ശില്പങ്ങള്, ഇതെല്ലാം ആർട്ടിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് ആളുകൾക്ക് അങ്ങനെയുള്ള കലകൾ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സാഹിത്യകൃതികളും ഭജനകളും ഒക്കെ തന്നെ എന്താണ്, ആ ഒരു ലിറ്ററേച്ചർ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് മതം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കബീർദാസിന്റെയും മീരാബായിയുടെയും ഗുരു നാനാക്കിന്റെയും ഒക്കെ സാഹിത്യകൃതികളും ഭജനകളും ഒക്കെ തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ആക്സിലറേറ്റിംഗ് സോഷ്യൽ ചേഞ്ച്. ആക്സിലറേറ്റിംഗ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ നമ്മള് മൂന്നാമത് പറയുന്നത് എന്താണ്? റിലീജിയന്റെ മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്ന ആക്സിലറേറ്റിംഗ് സോഷ്യൽ ചേഞ്ച് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചാണ്. റിലീജിയൻ കൊണ്ട് നമുക്ക് സോഷ്യൽ ചേഞ്ച് പെട്ടെന്നുള്ള ഒരു സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം നവോത്ഥാന നായകന്മാർ നമുക്കുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് രാജാ റാംമോഹൻ റോയ്, അദ്ദേഹത്തിന്റെ ബ്രഹ്മസമാജം. അപ്പൊ ഇങ്ങനെയുള്ള നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ കുറേയധികം സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സോഷ്യൽ ചേഞ്ചസ് പെട്ടെന്ന് സമൂഹത്തിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് റിലീജിയനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഇനി അടുത്തത് പാർട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിനകത്ത് മൂന്നാമത്തത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് അറിയാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പല പല ഭാഷകളാണ് സംസാരിക്കുന്നത്, അല്ലെ? ഏകദേശം ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ 455ഓളം ഭാഷകളാണുള്ളത്. അപ്പൊ അതിനകത്ത് 22 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അത് ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേക്കും അത് ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലാംഗ്വേജ് ആണ്. ആ ഒരു സംസ്ഥാന രൂപീകരണം കുറച്ചും കൂടി എളുപ്പമാക്കി. അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ചാണ്, ഐരാവതി കാർവേ. പ്രൊഫസർ ഐരാവതി കാർവേ. അപ്പോൾ
ഈ ഒരു സോഷ്യോളജിസ്റ്റ് മാത്രമല്ല ആന്ത്രോപോളജിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഐരാവതി കാർവേ ഈ പറയുന്ന പോലെ ലാംഗ്വേജിനെ കുറിച്ച് കുറേയധികം സ്റ്റഡികൾ നടത്തുകയും ഇന്ത്യയിലെ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠനത്തിന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കുറേ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചൊരു സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ആണ് ആര്? ഐരാവതി കാർവേ. പാർട്സ് ഓഫ് സോഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ലാംഗ്വേജ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞ കാര്യം ഐരാവതി കാർവേ, പ്രൊഫസർ ഐരാവതി കാർവേ ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റഡി അനുസരിച്ചിട്ട് ലാംഗ്വേജിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡീസ് നടത്തിയതിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ഫാമിലി, ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജസ് ആൻഡ് ലിംഗ്വിസ്റ്റ് റീജിയൻ, ഇങ്ങനെ 3 തരത്തില് ലാംഗ്വേജസിനെ ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാംഗ്വേജ് ഫാമിലിയിൽ വരുമ്പോഴേക്കും 3 ലാംഗ്വേജ് ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. ഇൻഡോ യൂറോപ്യൻ, ദ്രവിഡിയൻ, അതേപോലെ ആസ്ട്രോ ഏഷ്യാറ്റിക്, ഇങ്ങനെ 3 ഇതിനകത്ത് ഇൻഡോ യൂറോപ്യനിൽ വരുന്ന ഏതൊക്കെയാണ്? എല്ലാം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് പഞ്ചാബി, സിന്ധ്, ഹിന്ദി, ബീഹാറി ഇതെല്ലാമാണ് ഇൻഡോ യൂറോപ്യനിൽ വരുന്നത്. ഇത് ഏതൊക്കെ റീജിയനിലാണ്? പഞ്ചാബ്, സിന്ധ്, ഉത്തർപ്രദേശ്, ബീഹാർ, ആസാം, ഇതൊക്കെയാണ് ഇൻഡോ യൂറോപ്യനിൽ വരുന്നത്. അതേപോലെ ദ്രവീഡിയനിൽ വരുമ്പോഴേക്കും ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജസ് വരുന്നത് തമിഴ്, കന്നഡ, അതേപോലെ മലയാളം, തെലുങ്കു, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജസിൽ വരുന്നത്. അതേപോലെ ലിംഗ്വിസ്റ്റിക് റീജിയൻ എന്ന് പറയുമ്പോഴേക്കും ഏതൊക്കെയാണ്? ആന്ധ്ര, കർണാടക, തമിഴ്നാട് ആൻഡ് കേരള. ലാംഗ്വേജ് ഫാമിലിയിൽ ലാസ്റ്റ് വരുന്നതാണ് ആസ്ട്രോ ഏഷ്യാറ്റിക്. ആസ്ട്രോ ഏഷ്യാറ്റിക്കിലെ ഏതൊക്കെയാണ് ലാംഗ്വേജ്? മുണ്ടരി, സവോറ, ഗഡാബ ആൻഡ് ഭൂമിയ. അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് റീജിയനിൽ വരുമ്പോഴേക്കും സൗത്ത് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സാന്താൾ, പർഗാന. അപ്പൊ ഇത്രയാണ് ഐരാവതി കാർവേയുടെ ആ ഒരു ലാംഗ്വേജിന്റെ ഡിവിഷൻ വരുന്നത്. ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ മൂന്നാമത്തത് ലാംഗ്വേജ്. ലാംഗ്വേജില് നമ്മൾ 3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. മേക്ക് കൾച്ചറൽ ട്രഡീഷൻ ഓർഗാനിക്, രണ്ടാമത്തെ പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഐഡന്റിഫൈ, മൂന്നാമത്തെ ഫോസ്റ്റേഴ്സ് ആൻഡ് റെസ്പെക്ട് ആൻഡ് കോൺസിസ്റ്റൻസ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഇതില് നമ്മൾ ഒന്നാമത് പറയുന്നത് മേക്ക് കൾച്ചറൽ ട്രഡീഷൻ ഓർഗാനിക്. അപ്പൊ ഇതില് നമ്മള് വാമൊഴി അല്ലെങ്കിൽ ഓറൽ സോങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓറൽ സോങ് എന്ന് പറയുന്നത് എന്താണ്? വാമൊഴി അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ടുകളിലൂടെ പല കാര്യങ്ങളും അറിയുന്നുണ്ട് അല്ലേ? പഴംപാട്ടുകളിലൂടെ പഴയ കഥകളും കെട്ടുകഥകളും ചരിത്രപരമായ കഥകളും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ വാമൊഴി പാട്ടുകൾ അല്ലെങ്കിൽ ഓർഗാനിക് സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പണ്ടുള്ള ഒരു ട്രഡീഷണൽ വാല്യൂസും സോഷ്യൽ നോംസും ഹിസ്റ്റോറിക്കൽ ഈവന്റ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ള ഒന്നാണ് ഓറൽ സോങ്. അപ്പൊ കൾച്ചറൽ ആയിട്ട് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ ആ സംസ്കാരം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നുകൂടെയാണ് ഈ പറയുന്ന ഓറൽ സോങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തേൽ പറയുന്നത്. രണ്ടാമത്തെ പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഐഡന്റിഫൈ. ഇതിൽ നമ്മളെ തന്നെ ഒരു സ്വത്വബോധം, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ലാംഗ്വേജ് അല്ലെ? ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്ന ആളുകളെ മലയാളിയായിട്ടും തമിഴ് സംസാരിക്കുന്ന ആളുകളെ തമിഴ്നാട്ടുകാരനുമായിട്ട് കാണുന്നു. അപ്പോ ഇങ്ങനെ നമുക്ക് സഹായിക്കുന്ന ലാംഗ്വേജ് കൊണ്ട് ഇങ്ങനെയും നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മൂന്നാമത് ഏതാണ്? ഫോസ്റ്റർ റെസ്പെക്ട് ആൻഡ് കോഎക്സിസ്റ്റൻസ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. വേറെയും ഭാഷകൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, ഫ്രഞ്ച് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ നമുക്ക് അവരുടെ ആ രാജ്യങ്ങളുടെ ഏത് ലാംഗ്വേജ് ആണോ അവിടുത്തെ സ്ഥലത്തെ ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാക്കി എടുക്കാനായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്ത് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭ്യമാവുന്നതിനൊക്കെ സഹായകരമാണ്. അപ്പോൾ അതാണ് ഫോസ്റ്റർ റെസ്പെക്ട് ആൻഡ് കോൺസിസ്റ്റൻസ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. പാർട്സ് ഓഫ് സോഷ്യൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ നാലാമത് പറയുന്നത് എന്താണ്? ട്രൈബൽ സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റി എന്താണെന്ന് നമുക്കറിയാം. ഗോത്ര സമൂഹങ്ങളെയാണ് നമ്മൾ ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ട്രൈബൽ സൊസൈറ്റി, റൂറൽ സൊസൈറ്റി ആൻഡ് അർബൻ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇറ്റ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ നമ്മൾ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടും ഭൂമിശാസ്ത്രപരമൊക്കെ ആയിട്ടും നമ്മൾ വേർതിരിച്ചിരിക്കുന്ന ഗ്രൂപ്പുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു ട്രൈബൽ, രണ്ടാമത് റൂറൽ, മൂന്നാമത് അർബൻ. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
അപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ട്രൈബൽ പോപ്പുലേഷനിൽ രണ്ടാമത് നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രൈബൽ പോപ്പുലേഷനിൽ. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ തന്നെ 8.6 ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ട്രൈബൽസ് ആണ്. അതേപോലെ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ലക്ഷദ്വീപ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗോത്ര സമൂഹത്തെയാണ്. അപ്പൊ ഈച്ച് ട്രൈബൽ സൊസൈറ്റി ഹാസ് എ സ്പെസിഫിക് ലാംഗ്വേജ്, കസ്റ്റമറി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആർട്ടും കൾച്ചറും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ നേച്ചറുമായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ആര്, ഈ പറയുന്ന ട്രൈബൽ സൊസൈറ്റിയിലെ പീപ്പിൾസ് എന്ന് പറയുന്നത്. പരിസ്ഥിതിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളുകൾ കൂടിയാണ് ഇവര്. ഇന്ത്യൻ സംസ്കാരം നിലനിർത്തുന്നതിൽ ട്രൈബൽ സൊസൈറ്റിക്ക് ഒരു വലിയൊരു റോൾ തന്നെയുണ്ട്. ട്രൈബൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. 4 ഏതൊക്കെയാണ്? ട്രഡീഷണൽ നോളജ്, ആർട്ട് ആൻഡ് കൾച്ചർ, സസ്റ്റൈനബിൾ ലൈഫ് ആൻഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റി. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഏതാണ്? ട്രഡീഷണൽ നോളജ്. അതായത് അവർക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു അറിവ് ആർക്കുണ്ടായിരുന്നു? ട്രൈബൽസിനുണ്ടായിരുന്നു. വാല്യുബിൾ ആയിട്ടുള്ള നോളജുകൾ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ട്രൈബൽസ് എന്ന് പറയുന്നത്. അസുഖം വന്നാൽ അവർ ഹോസ്പിറ്റലിൽ പോവാറില്ല, അല്ലേ? അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻ അവർ ഉപയോഗിക്കുന്നു. അവരുടേതായ രീതിയിലുള്ള കൃഷി രീതികൾ അല്ലെങ്കിൽ കൃഷി അവർ ചെയ്യുന്നു, അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഏത് ട്രഡീഷണൽ നോളജിൽ വരുന്നത്. രണ്ടാമത് പറയുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചറിൽ നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജ് ഉണ്ട്, ആർട്ട് ഫോംസ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, മ്യൂസിക്സ് ഉണ്ട്, അതേപോലെ ഡാൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ട്രൈബൽ സൊസൈറ്റി. അതാണ് ആർട്സ് ആൻഡ് കൾച്ചറിൽ വരുന്നത്. സസ്റ്റൈനബിൾ ലൈഫിൽ വരുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതം ആർക്കുണ്ടായിരുന്നു? ട്രൈബൽ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. പ്രകൃതിയെ കുറിച്ച് നല്ല അറിവുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് എന്താണ് കാടുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇവര്. അപ്പൊ ഇന്ത്യൻ എക്കോ ടൂറിസം എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ആര്, ഈ പറയുന്ന ട്രൈബൽസ് എന്ന് പറയുന്നത്. നാലാമത്തെ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റി. അതിൽ നമ്മൾ 3 റിവോൾട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. 3 റിവോൾട്ടില് ഒന്നാമത്തെ റിവോൾട്ട് സാന്താൾ റിവോൾട്ട് നടക്കുന്നത് 1855-ലാണ്. അതേപോലെ രണ്ടാമത്തത് മുണ്ട റിവോൾട്ട് 1899-ലാണ്. അതേപോലെ മൂന്നാമത്തത് കുർച്ചിയ റിവോൾട്ട് 1812-ലാണ്. അപ്പൊ ഇങ്ങനെ 3 റിവോൾട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഈ റിവോൾട്ടിലെല്ലാം തന്നെ ഇൻഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഇക്വാലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽ പീപ്പിൾ നടത്തിയ റിവോൾട്ടുകളാണ് ഇത്. സാന്താൾ റിവോൾട്ട് 1855-ലാണ് നടക്കുന്നത്. ബംഗാള്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിങ്ങനെ സ്ഥലങ്ങളിലാണ് ഈ റിവോൾട്ട് നടക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ലാൻഡിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടും ലാൻഡ് ലോഡ്സിന് എഗെയിൻസ്റ്റും ആയിട്ടാണ് ഈ ഒരു റിവോൾട്ട് നടന്നത്. അപ്പോൾ ഇത് സിദ്ധു കാനു എന്ന് പറയുന്ന 2 പേരാണ് ഇത് ലീഡർഷിപ്പ് കൊടുത്തത്. മുണ്ട റിവോൾട്ട് നോക്കുവാണെങ്കിൽ 1899-ല് എവിടെയാണ്? ജാർഖണ്ഡ്, ഛോട്ടാ നാഗ്പൂർ എന്നിങ്ങനെ സ്ഥലങ്ങളിലായിരുന്നു ഈ റിവോൾട്ട് നടന്നത്. സെയിം റീസൺ, ഇത് ബ്രിട്ടീഷ് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ലാൻഡിന് വേണ്ടിയിട്ട് ലാൻഡ് ലോഡ്സിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു റിവോൾട്ട് ആയിരുന്നു. ഇതിനകത്ത് മിർസ മുണ്ട എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ ഒരു റിവോൾട്ടിന് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ കുർഷ്യ റിവോൾട്ട് 1812-ലാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വയനാട്ടിലാണ് നടക്കുന്നത്. വയനാട് ബ്രിട്ടീഷ് സെയിം റീസൺ തന്നെ ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലാൻഡിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു റിവോൾട്ട് ആയിരുന്നത്. രാമനമ്പി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇതിന് ലീഡർഷിപ്പ് കൊടുത്തത്. ഇത് നമ്മൾ റൂറൽ സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോഴേക്കും റൂറൽ സൊസൈറ്റി എന്ന് പറയുന്ന അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എവിടെയുള്ളത്? റൂറൽ സൊസൈറ്റിയിലുള്ളത്. അതേപോലെ തന്നെ അർബൻ സൊസൈറ്റി നോക്കുവാണെങ്കിൽ അർബൻ സൊസൈറ്റി കംപ്ലീറ്റ്ലി എന്താണ് ഒരു ഫാസ്റ്റ് ലൈഫിൽ പോകുന്നതാണ്. അതായത് ടോട്ടലി അവരൊരു എന്താണ് മോഡേൺ ഫെസിലിറ്റീസ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അതേപോലെ ടെക്നോളജി ഭയങ്കര ഡെവലപ്ഡ് ആണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലാണ് അവിടെ ഉള്ളത്. നമ്മളെ സിറ്റിയിലെ ആളുകൾ ഫുഡിന് വേണ്ടി ഈ പറയുന്ന റൂറൽ ഏരിയനെ അല്ലെ റൂറൽ സൊസൈറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വില്ലേജസ് മാർക്കറ്റിനും ടെക്നോളജിക്കും വേണ്ടിയിട്ട് അർബൻ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഗ്രാമങ്ങളില് സോഷ്യൽ റിലേഷൻഷിപ്പും കമ്മിറ്റ്മെന്റും ഒക്കെ വളരെ വളരെ കൂടുതലാണ്. അർബൻ സൊസൈറ്റിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അധികമില്ല. അർബൻ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള കൾച്ചറൽ കോമ്പിനേഷൻസ് ആണുള്ളത്.
അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ പറയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞു, സോഷ്യൽ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ പാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെയായിരുന്നു കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് ട്രൈബൽ സൊസൈറ്റി. ഈ 4 പാർട്സുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഇനി ഇതിന്റെ മുമ്പത്തെ ചാപ്റ്റർ